കാലവർഷമെത്താൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ ജില്ലയിലെ റോഡുകളിൽ PWD അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല. ജില്ലയിൽ 22 റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയാണ്. മഴ തുടങ്ങിയാൽ ഈ റോഡുകളിൽ കുളം കുത്തുമെന്ന കാര്യം ഉറപ്പാണ്. നഗരങ്ങളിലെ റോഡുകളെല്ലാം മഴയ്ക്ക് മുൻപ് നന്നാക്കിയെടുക്കാനായെങ്കിലും ഗ്രാമീണ മേഖലയിലെ റോഡുകൾക്ക് ഇനിയും ശാപമോക്ഷമായിട്ടില്ല. ടെൻഡർ ക്ഷണിക്കാൻ വൈകിയതിനാലാണ് പല റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. കാസർഗോഡ് ജില്ലയിൽ 22 റോഡുകൾക്ക് ഏകദേശം 1 കോടിയോളം രൂപ പാസാക്കിയിട്ടുണ്ട്. ഇതിൽ കാസർഗോഡ് മധൂർ റോഡിന്റെ പ്രാഥമിക ജോലികൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്നലെ രാവിലെ വർക്ക് തുടങ്ങിയ ഉടനെ ഏകദേശം ഒരു 4 മണിക്കൂറാണ് ജോലി ചെയ്തത്. ഏകദേശം ഒരു 1 ലക്ഷം രൂപ മാത്രം ചെലവഴിച്ചിട്ട് ചെറിയ വലിയ കുഴി മാത്രം കുഴിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെറിയ കുണ്ടുകുഴി മാത്രം കുഴിക്കാനുള്ളത് ഞങ്ങൾക്ക് ഒരു ഉത്തരവുള്ളത്. ആ ഉത്തരവ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത്. ചെറിയ പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിട്ടു. ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് 5.5 ലക്ഷം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. അതുപോലെ ഇത് ഇവിടെ മാത്രമല്ല, ഈ ജില്ലയിലെ മുഴുവൻ എല്ലാ റോഡിലും കൂടെ ഈ ഉദ്യോഗസ്ഥരായ സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കുമ്പോഴും എഗ്രിമെന്റ് വെക്കാൻ പോലും കരാറുകാർ തയ്യാറായിട്ടില്ല. മഴ തുടങ്ങുമെന്നതിനാൽ പണി തുടങ്ങിയാൽ പൂർത്തിയാക്കാനാവില്ലെന്ന ന്യായീകരണമാണ് കരാറുകാർ പറയുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലത്തും ഗ്രാമീണ മേഖലയിലെ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാകുമെന്ന് ഉറപ്പാണ്.